ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. കൂലി കുരുപൊട്ടലുകൾ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ തമാശയായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ചിലത് നല്ല കുരുപൊട്ടലാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ നമുക്ക് കൂലിനെ കുറിച്ച് പറയാനുണ്ട്. കൂലി ഇല്ലാത്ത ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് കൂലി ഇല്ലാത്ത ദിവസങ്ങൾ വളരെ വിരളമായിരിക്കും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കൂലി അത്ര ഹൈപ്പിൽ നിൽക്കുന്ന സിനിമയാണ്. ഞാൻ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ചാനലാണ് ജെയം സിനിമ ജേണി എന്നാണ് ഉള്ളത്. വലിയ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും കാരണം നീ എന്ത് കൊണ്ടായിരിക്കാനാണ്, നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിനക്ക് എത്ര വ്യൂ ഉണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 21K സബ്സ്ക്രൈബേഴ്സ്. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. കാരണം ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല, അതിനെക്കുറിച്ച് വീഡിയോ പിന്നീട് ചെയ്യാം. കാരണം അത്ര ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു 1000K ആയിരിക്കാം, ചിലപ്പോൾ 2000K ആയിരിക്കാം, ചിലപ്പോൾ 10 ആയിരിക്കാം, ചിലപ്പോൾ 12 ചിലപ്പോൾ 20, 40 ഒക്കെ വരാറുണ്ട്. ഇത് 1000K ആണെങ്കിലും 100 വ്യൂ ആണെങ്കിലും 1000 വ്യൂ ആണെങ്കിലും 100 വ്യൂ ആണെങ്കിലും നല്ല സന്തോഷമുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇത്തരം സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് കിട്ടുന്നത്. എനിക്കറിയാം നിങ്ങൾ കാണുന്നതും ആ സിനിമയെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ല എൻ്റെ മോന്തായി കണ്ടിരിക്കാനല്ലല്ലോ. സോ ഞാൻ പറയാൻ പോകുന്നത് ആ സിനിമയെ കുറിച്ചാണ്. കൂലി. ഇതാണ് ആദ്യത്തെ ഒരു പോസ്റ്റർ വെക്കാനുള്ളത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് മെല്ലെ മെല്ലെ കയറി വരാം. 9 more days to go. ഓക്കെ. തലൈവൻ ഇറങ്ക സരിതം എഴുത 9 days to go for കൂലി എന്ന് പറഞ്ഞിട്ട്. ഇത് വേറെ ഒന്നുമില്ല, ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ മെയിൻ രജനി അണ്ണൻ, അപ്പുറത്തുള്ളത് ഉപേന്ദ്ര അണ്ണൻ, ഇപ്പുറത്തുള്ളത് സത്യരാജ് അണ്ണൻ. 3 പേരുണ്ട്. ഈ 3 കഥാപാത്രങ്ങളും ഫ്രണ്ടുക്കളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡീകോഡിങ് പറഞ്ഞിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ ഇനി വിളിച്ച് പറയുന്നില്ല. സോ August 14 ഭയങ്കരമായുള്ള കാത്തിരിപ്പ്. 8-ാം തീയതി, അതായത് ഇന്നത്ര 5 എൻ്റെ തോന്നൽ. 6, 7, 8 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഓക്കെ വെള്ളിയാഴ്ച ഓക്കെ അന്ന് ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു വളരെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം, സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ ഫാൻ ഷോ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഭയങ്കര സങ്കടം ഉണ്ട് അതിൽ. ഇവിടെ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഉണ്ടായാൽ മതിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. നമ്മളെ നിലമ്പൂർ ഭാഗത്ത് എന്തായാലും ഇല്ല എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. സാധാരണ മഞ്ചേരി കൊണ്ടൂരോ പോയി കാണാറുണ്ട്, അവിടെയും ഇല്ല എന്നുള്ളത് കേൾക്കുന്നു. സോ ഇനി ഞാൻ പറയുന്നത് ലോകേഷ് പറഞ്ഞൊരു കാര്യമാണ്. പലതരം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, പലതരം ഡീകോഡിങ്ങുകൾ നടക്കുന്നുണ്ട്, പലതരം സ്ക്രിപ്റ്റ് കഥനെ കുറിച്ച് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സോ ലോകേഷ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അതിന്റെ മുമ്പ് ഈ വരുന്ന ഞായറാഴ്ചയാണോ അതോ എന്നാണെന്ന് അറിയില്ല, 10-ാം തീയതി. അപ്പോൾ ശനി 9 ഞായറാഴ്ച ഓഡിയോ ലോഞ്ച് വരുന്നുണ്ട്. വൻ പരിപാടിയാണ് നടന്നിരിക്കുന്നത്. ആൻഡ് വെയിറ്റിംഗ് ഫോർ തലൈവർ സ്പീച്ച്, ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇനി അവിടെയാണോ എവിടെയാണോ ഒന്നും അറിയില്ല. പുള്ളി പറഞ്ഞിട്ടുള്ള സംവിധായകൻ ലോകേഷ് കനരാജ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പലരും പറയുന്നത് കേട്ടു. എന്താ കേട്ടത്? കൂലി സയൻസ് ഫിക്ഷൻ ആണെന്നും ടൈം ട്രാവൽ ഉണ്ടെന്നും ഒക്കെ ഈ പറയാണ്. ഏതായാലും പടത്തിന്റെ പ്രമേയം അറിയുമ്പോൾ നിങ്ങൾ സർപ്രൈസ് ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർപ്രൈസ് ആകട്ടെ. പിന്നെ വേറെ ചിലർ പറഞ്ഞു കേട്ടു, ഇതില് ഉള്ള ഒരു ഇരുത്തി സത്യരാജ് ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ചെയർ, അത് ടൈം ട്രാവലിന്റെ ഒന്നുമല്ല മക്കളെ, അത് ക്രൂരമായ ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തോ ചെയ്താണ്. എന്തോ വിഷം കുത്തിവെച്ചിട്ട്, ഒരു ടോക്സിക് ആയിട്ടുള്ള എന്തോ ഒരു പദാർത്ഥം കുത്തിവെക്കുന്നു, ഷോക്ക് അടിപ്പിച്ചിട്ട് ഇല്ലാതാക്കുന്നു. ഇങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഞങ്ങൾ പടം കാണുന്നു, ഇഷ്ടപ്പെട്ടാൽ ഏറ്റെടുക്കുന്നു. ഇനി ഞാൻ ഈ കുരുപൊട്ടലുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. കുരുപൊട്ടലാണെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല കിടിലം കമന്റുകളാണ്. ഒന്നാമത്തെ കമന്റ്, ഇതൊരു കഥ പലരും ഡീകോഡിങ് ചെയ്യുന്നതിന്റെ അണ്ണാക്കിൽ എന്ന് പറയുന്ന പോലെ ഒരു സാധനത്തേക്കാണ്. കപ്പൽ വന്നിറങ്ങിയ 1 ലോഡ് സ്വർണ്ണ വാച്ചുകൾ സൗവിനും പൂജയും കൂടെ പാട്ട് പാടി ഇറക്കി വിറ്റ് കാശാക്കുന്നത്. പൂജ ഹെഗ്ഡെ, പുള്ളിക്കാരത്തിന്റെ പാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. ലോഡിംഗ് തൊഴിലാളിയായ രജനി ആൻഡ് ടീം അവർ തന്നെ ഇറക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അത് ഞങ്ങളെ ഇറക്കുള്ളൂ, ഇല്ലെങ്കിൽ നോക്കുകൂലി വേണമെന്ന് പറയുന്നു. സൗബിൻ ആൻഡ് ടീം ഇടയുന്നു. ഉടനെ തലൈവർ ബോംബെ ചുമട്ടുതൊഴിലാളി യൂണിയൻ നേതാവ് അമീർ ഖാൻ, തെലുങ്ക് നേതാവ് നാഗാർജുന, കന്നഡ നേതാവ് ഉപേന്ദ്ര എന്നിവരെ വിളിച്ച് ടീം സെറ്റ് ചെയ്യുന്നു. അടിപ്പരിപാടി ന്യൂസ് ആക്കാൻ ശ്രുതി ഹാസൻ, സസ്പെൻഷനിലായ ഒടുക്കത്തെ ബുദ്ധിയുള്ള പോലീസുകാരനായി സത്യരാജ്, ക്ലൈമാക്സിൽ വെച്ച് മാത്രം ഇറക്കിയാൽ മതിയോ എന്ന് ചോദിച്ച് തലൈവർക്ക്, ക്ലൈമാക്സിൽ വാച്ച് മാത്രം ഇറക്കിയാൽ മതിയോ എന്ന് വെച്ച് തലൈവർക്ക് ആണ്ടവരുടെ ഒരു ഫോൺ കോൾ. LCU ശുഭം. 1. രണ്ടാമത്തെ കമന്റ്, ലാസ്റ്റ് തലൈവരുടെ ഡയലോഗ് ഉണ്ട്.
നമ്മൾ കൂലികളാണ്, ഗുണ്ടകളല്ല. ശുഭം. ഓഗസ്റ്റ് 14 ഞങ്ങളുടെ കൂലി കളയാതിരുന്നാൽ മതി എന്നുള്ളതാണ് മറ്റൊരു മഹാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള കമന്റ്, ലാസ്റ്റ് ഒരു ഫോൺ കോൾ. ഒരേ ഒരു ഹാർബറിൽ നോക്കുകൂലി വാങ്ങിച്ച ഇന്ത്യ നന്നാക്കണമെന്ന് കരുതിയോ ദേവ? സോറി, കൂലി. ഈ ഇന്ത്യ നന്നാക്കണമെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ നോക്കുകൂലി വാങ്ങണം. ആരാ സംസാരിക്കുന്നതെന്ന് മനസ്സിലായോ? തക്കിട്ട തക്തി തക്തി തക്തി. ഇനി പാട്ടിന്റെ സംഭവം വരെ, അത് മിക്സ് വരെ ഇട്ടിട്ടുണ്ട്. ബഡാസ്മാ ഒരംഗമേ വിക്രം വിസിൽ പറക്കട്ടുമേ വിക്രം. വാട്ട് ആൻ ഐഡിയ സർജി. ഇനി ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഈ കമന്റ് ഏകദേശം ഇതിനെ കുറിച്ച് പറയുന്ന കമന്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ദേവ, രജനികാന്ത് എക്സ് കമ്മ്യൂണിക്കാഡോ ഓർ ഏജന്റ് ലൈക്ക് കമൽഹാസൻ ഇൻ വിക്രം. വിക്രമിലെ കമൽഹാസനെ പോലെ ഏജന്റോ അല്ലെങ്കിൽ എക്സ് കമ്മ്യൂണിക്കാഡോ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് പറയുന്നത്. നൗ ഹി വാസ് സെർച്ചിങ് ഫോർ സത്യരാജ്. സത്യരാജിനെ തെരഞ്ഞെടുക്കുകയാണ്. മേ ബി കിൽഡ് ഓർ കിഡ്നാപ്ഡ് ബൈ നാഗാർജുനസ് ഗ്യാങ്. ഓക്കെ, നാഗാർജുന ഗ്യാങ് കൊണ്ട് മരിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ക്യാരക്ടറാണ് എന്നാണ് പറയുന്നത് സത്യരാജിന്റെ. There is port that transport containers with drugs and arms section. ഓക്കെ, തൂക്കുമറ്റ് സംഭവങ്ങൾ, മയക്കുമരുന്നുകൾ ഒക്കെ വിൽക്കുന്ന, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്ട്. സത്യരാജ് വാസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സീക്രട്ട്ലി അബൌട്ട് ദിസ് ഗ്യാങ് ബട്ട് ലേറ്റർ ഫൗണ്ട് ബൈ നാഗാർജുനസ് ഗ്യാങ്. അത് ഇതിനെക്കുറിച്ച് സീക്രട്ടായിട്ട് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഓഫീസറാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? നാഗാർജുന പൊക്കുന്നു. In this time, Rajinikanth was absconded in a crime which he didn't committed. ഇൻ വിച്ച് രജനീകാന്ത് ഇതുവരെ ചെയ്യാത്ത തെറ്റിന് പുള്ളി അബ്സ്കോണ്ട് ചെയ്യപ്പെടുന്നു. സോ ഹി ഹാവ് ടു സെർച്ച് ഫോർ ഹിസ് ഫ്രണ്ട് ആൻഡ് ടു നോ വാട്ട് ഹാപ്പൻ ടു ഹിം. ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കേണ്ട സാഹചര്യം വരികയാണ്. സോ ഹി അൾട്ടിമേറ്റ്ലി കംസ് ടു നോ അബൌട്ട് നാഗാർജുനസ് ബിസിനസ്. പ്രധാനമായിട്ടും നാഗാർജുന ബിസിനസിനെ കുറിച്ച് അറിയാണ് വരുന്നത്. സോ ഓൺ ദി അതർ ഹാൻഡ്, ദയാൽ, എ മാഫിയ ലോഡ് ട്രൈങ് ടു ടേക്ക് ദി പോർട്ട് ഏരിയ ഫ്രം നാഗാർജുന. ദയാൽ എന്ന് പറയുന്നത് നമ്മുടെ അമീർ ഖാന്റെ കഥാപാത്രം. നാഗാർജുനന്റെ നിന്ന് പോർട്ട് കൈക്കലാക്കാൻ വരുന്നു. ദയാൽ, അമീർ ഖാൻ വാസ് ദി അതർ മാഫിയ ലോഡ്. ഫോർ ക്യാപ്ചറിങ് ഇറ്റ് ഫ്രം നാഗാർജുന ദർ ഹാപ്പൻ ലോഡ്സ് ഓഫ് ഫൈറ്റ്സ് ആൻഡ് സ്ട്രഗിൾസ്. ലോഡ്സ് ഓഫ് ഫൈറ്റ്സ്. ഓക്കെ, ബട്ട് ഐ കാനോട്ട് പ്രെഡിക്ട് മോർ ഓഫ് ദിസ് ഫിലിം. ഇതിന് മുകളിലൊക്കെ എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ വയ്യാന്ന്. പിന്നെ തേങ്ങണത്തെ പ്രൊഡിക്റ്റ് ചെയ്ത് ഫുള്ള് ഓർമ്മ ക്ലൈമാക്സ് അടക്കം. സോ ഞാൻ പോട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും. ടാറ്റാ.